നമസ്കാരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിച്ചതിനെ ചൊല്ലി UDF സർക്കാരിനുള്ളിലും കോൺഗ്രസിലും വൻ രാഷ്ട്രീയ ഭൂകമ്പം പുകയുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച മദ്യനയ പരിഷ്കാരം എക്സൈസ് മന്ത്രി M ലിജു മുൻകൂട്ടി അറിഞ്ഞില്ലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസിലെ KC വേണുഗോപാൽ പക്ഷത്തെ പ്രമുഖനായ M ലിജുവുമായി മുഖ്യമന്ത്രിക്ക് കടുത്ത ആശയവിനിമയക്കുറവുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. നയപരമായ ഇത്തരം വലിയ മാറ്റങ്ങൾ എക്സൈസ് വകുപ്പ് അറിയാതെ ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയും നേരിട്ട് ബജറ്റിൽ തിരികെ കയറ്റിയത് ഏകപക്ഷീയമായ ആണെന്നാണ് KC പക്ഷത്തിന്റെ കടുത്ത ആക്ഷേപം. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നയിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഈ നീക്കം ചൊടിപ്പിച്ചിട്ടുണ്ട്. ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തുഫാൻ എന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ വീര്യം കെടുത്താനാണ് ഇത്തരമൊരു മദ്യനയം കൊണ്ടുവരുന്നതെന്നാണ് ആരോപണം. കാർഷിക വിളകളിൽ നിന്നും പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള മുൻ LDF സർക്കാരിന്റെ ഭേദഗതികൾ അതേപടി നടപ്പാക്കാൻ സതീശൻ സർക്കാർ മുതിരുന്നത് വൻ രാഷ്ട്രീയ ആയുധമാവുകയാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല കടുത്ത നിലപാടിലേക്ക് നീങ്ങുമെന്നും M ലിജു മുഖ്യമന്ത്രിക്ക് നേരെ കടന്നാക്രമണം നടത്തുമെന്നുമാണ് ഉറപ്പായിരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡും വിഷയത്തിൽ ഇടപെടും. കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് പോരിലും മുന്നണിയിലെ ഭിന്നതയിലും മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാട് സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ നിർണായകമാകും. ലഹരി വിപത്തിനെതിരെ എപ്പോഴും കർശന നിലപാട് സ്വീകരിക്കുന്ന ലീഗ് നേതൃത്വം എക്സൈസ് മന്ത്രി പോലും അറിയാതെ മദ്യക്കമ്പനികളെ സഹായിക്കുന്ന രീതിയിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ അതൃപ്തിയിലാണ്. സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കാന്തപുരം തുടങ്ങിയ പ്രമുഖ മതമേലധ്യക്ഷന്മാർ ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ലീഗിന് സർക്കാരിന്റെ ഈ പുതിയ മദ്യനയത്തെ പരസ്യമായി പിന്തുണയ്ക്കാനാകില്ല. മദ്യനയത്തിലെ ഈ അട്ടിമറിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും കടുത്ത അമർഷമുണ്ട്. ക്രൈസ്തവ സഭകളുടെയും KCVC മദ്യവിരുദ്ധ സമിതിയുടെയും വികാരം പൂർണ്ണമായി മാനിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് പരസ്യമായി ആവശ്യപ്പെടും. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുമ്പോൾ പുതിയ തലമുറയെയും സ്ത്രീകളെയും ലഹരിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യ ഉൽപ്പാദന പദ്ധതിയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. അതേസമയം UDF സർക്കാരിന്റെ ഈ മദ്യനയത്തിന് ഇടതുപക്ഷവും ക്രൈസ്തവ സംഘടനകളും കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. പുതിയ തലമുറയെ ലഹരിക്ക് അടിമകളാക്കാനും വൻകിട മദ്യ കമ്പനികളെ സഹായിക്കാനുമാണ് UDF സർക്കാർ ഈ നീക്കം നടത്തുന്നതെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആരോപിച്ചു. ലഹരി ആസക്തിയിൽപ്പെടുത്തി ജനങ്ങളെ ചൂഷണം ചെയ്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള ഈ അടവ് നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ LDF സർക്കാർ കേരളം മുഴുവൻ മദ്യമൊഴുക്കിയായിരുന്നുവെന്നും UDF പുതിയ ബാറുകൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്നും കോഴിക്കോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതും സ്വന്തം സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തോടുള്ള വിയോജിപ്പ് കാരണമാണ്. ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക എന്നതാണ് UDFന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും DGPമാർക്കും കത്തയക്കാനിരിക്കെ സ്വന്തം മുന്നണിയിൽ നിന്ന് മദ്യത്തിന് ഇളവ് നൽകുന്നത് പദ്ധതിയുടെ വിശ്വാസ്യത തകർക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. ബജറ്റിലെ ഈ നികുതി പരിഷ്കാരം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം KC വേണുഗോപാൽ പക്ഷത്തെ അവഗണിക്കുന്നുവെന്ന പരാതി ലിജുവിനെ പോലെയുള്ള യുവ നേതാക്കൾക്കുണ്ട്. തങ്ങളുടെ വകുപ്പുകളിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയും വകുപ്പ് മന്ത്രിമാരെ നോക്കുകുത്തിയാക്കി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് വെച്ചുപറപ്പിക്കാനാകില്ലെന്ന നിലപാടിലാണ് KC പക്ഷം. മുന്നണിയിലെ പ്രമുഖ കക്ഷികളായ ലീഗും കേരള കോൺഗ്രസും ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ചെന്നിത്തലയും ലിജുവും മുഖ്യമന്ത്രിക്കെതിരെ കരുക്കൾ നീക്കുന്നത്. ബജറ്റിലെ പ്രഖ്യാപനം തിരുത്താതെ മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി VD സതീശൻ തീരുമാനിച്ചാൽ അത് മന്ത്രിസഭയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് ഇത് മങ്ങലേൽപ്പിക്കുമെന്ന വികാരം ഐ ഗ്രൂപ്പിലും ശക്തമാണ്. വരും ദിവസങ്ങളിൽ KCBC ഉൾപ്പെടെയുള്ള മദ്യവിരുദ്ധ സംഘടനകൾ സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭമായി തെരുവിലിറങ്ങുമെന്നാണ് സൂചന. സഭകളുടെയും മുസ്ലിം സംഘടനകളുടെയും പിന്തുണയോടെ വലിയൊരു ജനകീയ പ്രതിരോധം ഉയർന്നു വന്നാൽ അത് മുഖ്യമന്ത്രിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഒരു വശത്തും മുഖ്യമന്ത്രി മറുവശത്തുമായി നിൽക്കുന്ന അസാധാരണമായ അവസ്ഥയാണ് ഇപ്പോൾ UDFിലുള്ളതെന്നതാണ് വസ്തുത.